ഹായ് എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. എനിക്കിത്തിരി ചുമയൊക്കെ ഉണ്ട്, അതൊരു സൈഡിൽ കൂടെ അങ്ങ് പോകുന്നു. നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണ്. നമ്മൾ ഈ പാർട്ടികളിലൊക്കെ നമുക്ക് കിട്ടത്തില്ലേ, അതേ ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി. കാരണം ഇപ്പം ഈ സീസൺ നമുക്കിവിടെ ഈ ഹൽവ ഉണ്ടാക്കുന്ന ക്യാരറ്റ് എൻ്റെ സീസണാണ്. അപ്പം നമുക്ക് വാങ്ങിച്ചു ഉണ്ടാക്കാം. ഞാനങ്ങനെ ഉണ്ടാക്കാറില്ലായിരുന്നു. റീച്ചാൻ ഭയങ്കര ഒരു ആഗ്രഹം, ഒരു ദിവസം 2 കിലോ ക്യാരറ്റും കൊണ്ട് എന്നിട്ട് പറഞ്ഞ ഹൽവ. അതെന്താ റീച്ചാൻ്റെ ഒരു കൂട്ടുകാരനെ, പുള്ളിക്കാരൻ തന്നെ ഉണ്ടാക്കും എന്നിട്ട് പറഞ്ഞ്. അപ്പോൾ അന്നേരം തൊട്ട് ആൾക്കൊരിത് അങ്ങനെ ഒന്നും റീച്ചാൻ വേണമെന്ന് പറയത്തില്ല. പിന്നെ ഞാൻ 2 ദിവസം അവിടെ ഇരുന്ന് പിന്നെ ഇത്തിരി എൻ്റെ ജോലികളൊക്കെ ഇതിൻ്റെ പുറകെ പോയാൽ ഇത്തിരി സമയം എടുക്കും. കാരണം നമുക്കത് അത്രയും ഇപ്പോൾ 1 കിലോ ഒക്കെ ഉണ്ടാക്കുന്നത് അതെല്ലാം അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് നമ്മൾ ഗ്രേറ്റ് ആണെങ്കിൽ ഗ്രേറ്റ് ചോപ്പ് ചെയ്യണമെങ്കിൽ ചോപ്പ് ചെയ്ത് വരുമ്പോൾ സമയം എടുക്കത്തില്ല. അന്നേരം അതനുസരിച്ച് വീട്ടിലെ ജോലികൾ ഇച്ചിരി നേരത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. പെട്ടെന്നൊന്നല്ല, വീട്ടിലെ ജോലികളും ഇതുകൂടെ ആകുമ്പോൾ നമുക്ക് ഒക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇന്നലത്തെ ഞങ്ങളുടെ പാട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ട് പലരും പറഞ്ഞു, പ്രൈസമോനെ കാണാൻ പറ്റിയില്ലല്ലോ, അവൻ്റെ എക്സ്പ്രഷൻ അവനെൻ്റെ പറയും, അവൻ്റെ എക്സ്പ്രഷൻ അവൻ്റെ മുഖത്തെ അത് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റിയില്ലല്ലേ എന്നൊക്കെ. ചിലർ പറഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഇടണേ എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഞാനത് സൗണ്ട് ഉണ്ടാക്കാതെ ഇടാനായിട്ട് എടുത്തതല്ല, പിന്നെ ഇവനെ കാണിക്കാൻ വേണ്ടി എടുത്തതായിരുന്നു. എന്തോ ചെയ്യാനാ, അത്രയും കൊച്ചിൻ്റെ ഞാനും അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. ഞാൻ സ്റ്റാൻഡ് ഇവൻ്റെ ഇതിൽ ഫോക്കസിലാണ് വെച്ചത്. ഇനി എന്തെങ്കിലും ട്രൈ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ രാവിലെ വന്ന് ചായക്ക് വെള്ളം വെച്ചു, പിന്നെ പാല് കാച്ചാനായിട്ടും വെച്ചു. അതിനുശേഷം ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഉണങ്ങിയിരിക്കുമായിരുന്നല്ലേ, അതെല്ലാം എടുത്ത് അതാത് സ്ഥാനത്ത് എടുത്ത് വെക്കണം. അപ്പോൾ ഇന്നും ഉണ്ടാക്കുന്നത് ദോശയാണ്. അപ്പം ചായക്കകത്ത് ഇച്ചിരി ഇഞ്ചിയൊക്കെ ഇട്ടാൽ ചായ ഉണ്ടാക്കുന്നത്. പോൾമോൻ ഇന്ന് പരീക്ഷയാണ്. അപ്പം അവന് വെറും പാല് കൊടുത്താൽ അവന് അത്ര ഇഷ്ടമല്ല. കൊച്ചതിന് പിന്നെ ഇച്ചിരി മഞ്ഞളിട്ട് കൊടുക്കുകയാണെങ്കിൽ അവന് കുഴപ്പമില്ല. അപ്പം ഞാൻ ചിന്തിച്ച് അവന് ഇത്തിരി ഒന്ന് സ്ട്രോങ് ആവട്ടെ എന്ന് പറഞ്ഞൊരു കോഫി ഇട്ടാൽ കുഴപ്പമില്ല, കോഫി പൗഡർ ഇട്ട്. ഞാൻ പിന്നെ കൂടുതലും കഴിവതും കോഫി പൗഡർ കൊടുക്കാത്തയാണ്, വല്ലപ്പോഴും കൊടുക്കും. അപ്പോൾ ഇവിടെ ചായ അവന് ഞാൻ കോഫി ഉണ്ടാക്കി അവന് കൊടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആ മാവ് നമ്മൾ മിക്സി കഴുകുന്ന അതിൻ്റെ അകത്തെ വെള്ളം തെളി ഊറ്റി കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഉപ്പിട്ടിട്ട് മാവ് ഒന്ന് കലക്കി വെക്കട്ടെ. ഇപ്പം ഞാൻ എന്നും പറയുന്ന പോലെ മാവ് അരയ്ക്കുന്ന ഉടനെ 2 ടേബിൾ സ്പൂൺ ഈ മില്ലറ്റ് പൗഡർ മിക്സ് മില്ലറ്റ് പൗഡർ ഉണ്ടല്ലേ, അതുകൂടെ ചേർത്ത് അരയ്ക്കും. അപ്പം ഞാൻ മാവ് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കട്ടെ. അവന് രാവിലെ എക്സാം, നേരത്തെയൊക്കെ പിന്നെ വൈകിട്ടായിരുന്നു എക്സാം. ഇപ്പോൾ ഇവരുടെ എക്സാം ആയപ്പം രാവിലെയാണ്. അപ്പം രാവിലെ ആൾക്ക് അവൻ എന്തെങ്കിലും കഴിച്ചിട്ട് പോട്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഉണ്ടാക്കി അവന് കൊടുക്കാമെന്ന് പറഞ്ഞ് എടുത്തുണ്ടായി. അവന് ഭയങ്കര ടെൻഷൻ, അവന് വേണ്ടാന്നും പറഞ്ഞ് അവൻ ഇരിക്കുക. ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും 3 മണിക്കൂറത്തെ എക്സാമാണ്, 11 തൊട്ട് 2 മണി വരെ. അപ്പം ഇവിടുന്ന് ഇവർ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് നേരത്തെ പോയി, ഒരു 9:30 കഴിഞ്ഞെണ്ണേ പോയി. ഇവന്മാർ വേറെ 2 പിള്ളേരോട് ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര സ്ട്രിക്റ്റാണ്. എഴുതുന്ന പാഡ് ട്രാൻസ്പെറൻറ്റ് വേണം, കൊണ്ടുപോകുന്ന കോംബോക്സ് ബോക്സ് കൊണ്ടുപോകാൻ പാടില്ല, അതും ഈ പൗച്ച് പോലുള്ളത് ട്രാൻസ്പെറൻറ്റ് വേണം. അങ്ങനെ പല മൊബൈൽ കൊണ്ടുപോകാനും അതിൽ ഒന്നും ഭയങ്കര സ്ട്രിക്റ്റാണ്. ചൊവ്വാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത തിങ്കളാഴ്ചയേ ഉള്ളൂ, അത്രയും ദിവസമുണ്ട്. ദോശയ്ക്ക് കടലയും ഗ്രീൻ പീസും വെള്ള ഗ്രീൻ പീസ് വട്ടാണ ഉണ്ടല്ലേ, അത് 3 കൂടെ മിക്സ് ചെയ്താണ് കടലക്കറി ഉണ്ടാക്കിയത്.
അപ്പം ദോശയൊക്കെ ഉണ്ടാക്കി. ഇപ്പം ഇതുകൂടെ ചേർക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ മുരിഞ്ഞ് നമുക്ക് കിട്ടുന്നത് ചുമന്ന കളറിൽ. അപ്പം ദോശകൾ ഞാൻ 2 പാൻ വെച്ച് ദോശയൊക്കെ ഉണ്ടാക്കി. ഓൾമോന് കൊടുക്കാൻ എടുത്തോണ്ടേ അവന് വേണ്ട. പിന്നെ ഞാൻ നിർബന്ധിച്ച് ഞാൻ തന്നെ ഒരെണ്ണം വായി വെച്ച് കൊടുത്ത്. അവന് ടെൻഷനില്ലെന്ന് പറഞ്ഞാലും അവന് വെപ്രാളമായിപ്പോയി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം അകത്ത് പോയി ഇങ്ങനെ ഇരുന്ന് വീഡിയോ ഒക്കെ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഇരുന്ന് ഭയങ്കര കാണിക്കുന്ന വേല കണ്ടോ. ഇന്ന് അവന് ഹാഫ് ഡേയാണ്. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് ഒന്ന് വീഡിയോ എടുത്തതാണ്. അവൻ റയിച്ചാൻ അവിടെ ഇരുന്ന് വീഴും അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട്. അവൻ ഇത് ചെയ്തോണ്ടേ പണ്ടത്തെ എൻ്റെ അടുത്ത കൊച്ചിലത്തെ കാര്യം ഓർമ്മ വന്നത്. ഞാൻ ഇങ്ങനെ 5ലോ 6ലോ പഠിക്കുന്ന സമയത്ത് 2 കാലും ഓടിപ്പോയി ഇങ്ങനെ ഭിത്തിയെ ചവിട്ടി മൂടിടിച്ച് വീണമെന്നുള്ളത്. ഓരോരുത്തർ ചെയ്യുന്ന കണ്ടുപോയി ചെയ്തതാ. നിന്റെ ഹോംവർക്ക് കഴിഞ്ഞോ? എവിടെ പോയി ഹോംവർക്ക് ചെയ്തിട്ട് ഇന്നലത്തെ പഠിപ്പിച്ചത് പഠിയടാ. ഇപ്പം ചപ്പാത്തിക്ക് ഒരു മിക്സ് ഇന്നാളി വെച്ചതുപോലെ മിക്സ് മസാല പോലെ മിക്സ് വെജിറ്റബിൾ മസാല. അപ്പം ഞാൻ കോളിഫ്ലവർ ഒന്ന് അരിഞ്ഞിട്ട് തിളച്ച വെള്ളത്തിയിട്ട് അതൊന്ന് തിളച്ചിട്ടുണ്ട്, ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട്. എന്നിട്ട് ഓഫാക്കി അത് വെള്ളം കളഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് വെള്ളം വാലാൻ വെക്കും. എന്നിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ച് പിന്നെ ഓയിലൊഴിച്ചിട്ട് കടുക് ഇട്ട് ഇത്തിരി കറിവേപ്പില ഇട്ടിട്ട് 2 ബേ ലീഫ് കൂടി ഇട്ടിട്ടുണ്ടേ. അതിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുത്തു. സവാള ഇച്ചിരി ഒന്ന് വാടി വന്നിട്ടുണ്ടേ. ഇനി നമുക്കിതിൽ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, മട്ടർ ഞാൻ പൊളിച്ച് വെച്ചിരുന്ന് കുറേ ദിവസമായി. അതൊരു ഇച്ചിരി കുരുപ്പ് പോലെ വന്നായിരുന്നു. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ യൂസ് ചെയ്യുന്നോ അതെല്ലാം യൂസ് ചെയ്യുക. ഞാൻ ഈ സ്പൂൺ ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ടിരുന്ന് അത് പിടിച്ച ഉടനെ ഭയങ്കര ചൂടാണ്. അതാ തുണി പിടിച്ചു ഞാൻ ചെയ്തത്. ഞാൻ ഇച്ചിരി നേരം ഇത് അടച്ച് കൊടുത്തായിരുന്നേ. ഇപ്പോൾ അത് കുറച്ചൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഞാൻ അതിലെ ബേ ലീഫ് എടുത്തങ്ങ് മാറ്റുക. ഞാൻ ഇതിൽ കോളിഫ്ലവർ ഇട്ട് കൊടുക്കും. അത് ഇച്ചിരി വെന്തയായിരുന്നല്ലോ, അതുകൊണ്ട്. മഞ്ഞൾപ്പൊടി ഞാൻ ഇച്ചിരി ഇട്ടായിരുന്നു. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, അതായത് 1 ടേബിൾ സ്പൂൺ. ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി. 1 ടീസ്പൂൺ നിറച്ച് ഗരം മസാല. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. 1/2 ടീസ്പൂണില്ല, 1/4 ടീസ്പൂൺ. ഇല്ല, പിള്ളേരുണ്ടല്ലോ, പക്ഷേ എല്ലാവരും ഒരുങ്ങിയിട്ട് പ്രിഷയുടെ ആങ്ങളെ എല്ലാം ഒരുങ്ങിയിട്ട് എനിക്കൊന്നില്ലേ BMC ഗ്രൗണ്ടിൽ എന്താ കണ്ടില്ലേ, അവിടെ പോകാൻ തോന്നുന്നു. എല്ലാവരും യൂണിഫോമിലാണ്. ഞാനിതിൻ്റെ സ്കിന്നെല്ലാം ഇങ്ങനെ കളഞ്ഞിട്ടെടുത്തിട്ട് 1 കിലോ സ്കിന്നൊക്കെ ഇങ്ങനെ കളഞ്ഞ് ഇനി നമുക്കിത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതുകൊണ്ട് ഈ വലിയ കിഴുത്തേന്ന് ഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കറി കൂട്ടാനും നോക്കുന്നുണ്ട്. ഞാനിതിൽ ഒരിച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് ലൂസാക്കി. അത്ര ഡ്രൈ ആയിട്ട് ഇവിടെ അത്ര ഇഷ്ടമല്ല ഇവർക്ക്. അപ്പം ഞാൻ ഇനി ഇച്ചിരി തണുക്കുന്ന ഉടനെ ഇതങ്ങ് ഒന്നുകൂടി ഇതാവും. ഞാനൊന്നിങ്ങനെ സ്പൂണിൻ്റെ ആ മൂടുവശം കൊണ്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തണുക്ക് തോന്നുന്നു നല്ല അടിപൊളിയാവും. ഇങ്ങനെ നേരം കൊണ്ട് ഞാനിവിടെ 1 ലിറ്റർ നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് ക്രീം ഞാൻ എടുത്തേക്കുന്നത് അമൂൽ ഗോൾഡിൻ്റെ കേട്ടോ. അത് ഇതിൽ പൊട്ടിച്ചൊഴിച്ച് നമുക്ക് ഈ 1 ലിറ്റർ നമുക്ക് ചൂടാക്കി അതൊന്ന് തിക്കാക്കണം. ഇതിങ്ങനെ തിക്കാക്കി ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്കിതിൽ ഈ പാൽപ്പൊടി ചേർക്കാം. പിന്നെ ഹിന്ദിയിൽ മാവാന്നാണ് പറയുന്നത്. അത് ഈ പാലൊക്കെ വിൽക്കുന്നിടത്ത് കാണും. അത് ചേർക്കണ്ട എങ്കിൽ ഇതിങ്ങനെ ഇച്ചിരി നേരം തിക്കാക്കി ചേർക്കാം. ഞാൻ ആദ്യം ഇതും കൂടി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഒത്തിരിയും സമയം എടുക്കും, നമുക്ക് കൈയൊക്കെ വേദനിച്ച് പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ ചിന്തിച്ച് ചോപ്പറിൽ ചെയ്യാമെന്ന്. ചോപ്പറിൽ ചെയ്താലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇതായിട്ട് ഉരച്ചെടുക്കുകയാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും. ഞാൻ അന്നേരം ഇങ്ങനെ
ചോപ്പറിലാകുമ്പോൾ ഒരു 2-3 ഇട്ട് നമുക്ക് 3-4-5 ചോപ്പർ നമുക്കിങ്ങനെ വലിക്കേണ്ടി വരും. എന്നാലും മറ്റേ ഇട്ട് ഉരയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഇതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പിന്നെ എല്ലാം ഇതുപോലെ ഇതിലിട്ട് നമുക്ക് അലുവ ഉണ്ടാക്കാൻ ഈ ക്യാരറ്റേ ഉപയോഗിക്കാവൂ. ഇതെന്ന് പറയുന്നത് നല്ല മധുരമുണ്ട്. മറ്റേതിന് അത്ര മറ്റേത് നമുക്ക് കറികളിലും അങ്ങനെ തോരനൊക്കെ വെക്കാനേ കൊള്ളത്തുള്ളൂ. അതിന് അത്രയും മധുരമില്ല. ഇതാകുമ്പോൾ നല്ല മധുരമുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കട്ടെ. എന്നിട്ട് ഞാൻ ആദ്യം ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എനിക്ക് ആദ്യം ഒരു വല്ലാതെ തോന്നി. വീണ്ടും ഞാൻ ഗ്രേറ്റ് ചെയ്ത്, എന്നിട്ട് എനിക്ക് വീണ്ടും അത് ശരിയാവുന്നില്ല. അങ്ങോട്ട് ഗ്രേറ്റർ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്ന വലിയ വശത്ത് വെച്ച് വേണം ഗ്രേറ്റ് ചെയ്യാൻ. അതന്നേരം പാത്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടല്ല, നമുക്ക് ചരിച്ച് വെച്ചിട്ടല്ല ഗ്രേറ്റ് ചെയ്യാക്കൂ. അത് മുകൾ ഭാഗത്തായതുകൊണ്ട് ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ വെച്ച് ചെയ്ത് നോക്കി, ഇതുപോലെ ഇങ്ങനെ വെച്ച് ചെയ്ത് നോക്കി. അന്നേരം നമുക്ക് സമയം കുറേ പോവും. അപ്പം ഞാൻ പറഞ്ഞില്ല, പാല് ഞാനത് ചെറിയ തീയിലിട്ടേക്കും. പാല് നമുക്ക് 1 ലിറ്റർ പാല് അത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക്. അല്ലെങ്കിൽ അതിൻ്റെ നെയ്യെല്ലാം അടിയിൽ പോയി പറ്റിയാൽ അതിൻ്റെ ഗുണമെല്ലാം അങ്ങ് പോകത്തില്ല. അതുകൊണ്ട് ഞാൻ തീ കുറച്ചിട്ടാണ് ചെയ്തത്. അല്ലാതെ ഹൈ ഫ്ലെയിം അന്നേരം ഇത്തിരി സമയം നമുക്കായി. അല്ലാതെ ഹൈ ഫ്ലെയിമിൽ അങ്ങ് തന്നെ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആവും. അതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ എന്തെങ്കിലും മാവ അല്ലെങ്കിൽ കോയ അങ്ങനെ പറയും, ഈ പാലിങ്ങനെ വറ്റിച്ച് ഇതുപോലെ തന്നെ അത് നമുക്ക് കടയിൽ റെഡിമെയ്ഡായിട്ട് കിട്ടും. അതേ വ്യത്യാസമുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ വേറൊരു പാനിൻ്റെ അകത്ത് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഈ നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഉണ്ടല്ലേ, അതൊരു 2-3-4 മിനിറ്റ് ഒന്ന് ഇതിലിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പം ചേതല്ല 2 കിലോ വാങ്ങിച്ചുകൊണ്ട് വന്നേ അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് എല്ലാം ഗ്രേറ്റ് ചെയ്ത് വന്നോണ്ടേ ചിലതിൻ്റെ ലാസ്റ്റിൽ ഈ വലിയ ഇതാണെങ്കിൽ ലാസ്റ്റിൽ ഇച്ചിരി അകം മുട്ടം ഒരു മഞ്ഞ കളറുണ്ട്. അത് ഞാൻ എടുത്തില്ല കേട്ടോ. അത് ഗ്രേറ്റ് ചെയ്താലും മധുരമൊന്നും കാണത്തില്ല. അതുകൊണ്ട് നമുക്കിതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയത് 1 കിലോയാണ്. 1 കിലോയുടെയാണ് ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്കിന് ഉച്ചയ്ക്ക് ചപ്പാത്തി കൊടുക്കാറായി ഡാഡിക്ക്. അപ്പം ഞാൻ കൂട്ടാനൊക്കെ അതാണ്ട് ഞാൻ അത്രയും വെള്ളം ഞാൻ ഒഴിച്ചെന്ന് പറഞ്ഞിട്ട് എന്നാണ്ട് ഇപ്പോൾ അത് നന്നായി ഡ്രൈ ആയില്ലേ. അപ്പം ഞാൻ ഡാഡിക്ക് ചപ്പാത്തി കൊടുക്കട്ടെ. പിന്നെ പ്രൈസമോനും കൊണ്ട് വിട്ടു. പോൾമോനെ ഇനി കുറച്ച് കഴിഞ്ഞ് 2 മണി വരെയെന്ന് പറഞ്ഞിട്ട്, പക്ഷേ അയാൾ എത്തിയുണ്ടാകുന്ന 3 മണിയൊക്കെ കഴിഞ്ഞു. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് ഇളക്കിയും കൊടുക്കുന്നുണ്ട്, അപ്പുറത്ത് പാലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നുണ്ട്. അപ്പം ഞാൻ 2-3 മിനിറ്റ് ഇങ്ങനെ ആ നെയ്യുമായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ആ ക്യാരറ്റിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഇറങ്ങി ഇച്ചിരി ഒന്ന് വറ്റി വരണേ. പാലും ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നാണ്ട് അരുവിലൊക്കെ ഇങ്ങനെ ആയെങ്കിൽ അരുവിൽ നിന്നെല്ലാം വടിച്ചെടുക്കണേ. അപ്പോൾ കുറച്ച് ഏലക്കാപ്പൊടി വേണം. അപ്പോൾ ഏലക്ക മാത്രമായിട്ട് ഇട്ടാൽ പൊടിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് അതിൻ്റെ അകത്ത് ബ്ലേഡ് കവർ ചെയ്യത്തക്ക വിധത്തിൽ പഞ്ചസാര ഇട്ടിട്ട് ഒരു 8-10 ഏലക്കയും കൂടി ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് ഞാനിപ്പം നന്നായി വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഒരു ഇച്ചിരിയും കൂടെ ഉണ്ട്. ഞാനൊന്ന് നന്നായി ഇളക്കിയിട്ട് വീണ്ടും ഒരു ഇച്ചിരി നേരം ഞാനിതൊന്ന് ഒതുക്കി വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. തീ ഒന്ന് ഞാൻ കുറച്ചിട്ടുണ്ട്. ഇനി തീ കൂട്ടി അത് അടിയിലെങ്ങാനും പിടിച്ചാൽ അതിൻ്റെ ആകെ നമ്മുടെ ഹൽവയുടെ ടേസ്റ്റ് കൂടെ പോകും. അതുകൊണ്ട് ഞാനൊന്ന് ഒതുക്കി തീ കുറച്ചിട്ട് അവിടെ നിന്ന് അടച്ചിടുന്നുണ്ടേ. ഇത് നന്നായി വെള്ളമൊക്കെ ഇറങ്ങി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് വേവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 കിലോയ്ക്ക് ഞാനൊരു 250 ഗ്രാം പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇച്ചിരി ഏലക്കയും കൂടെ, ഏലക്ക ആക്ച്വലി ഇപ്പോഴല്ല പൊടി ചേർക്കേണ്ടത്, പിന്നെ പഞ്ചസാരയും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ അതുകൂടി ഇപ്പോൾ അങ്ങ് ചേർക്കുക. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഞാൻ ഇച്ചിരി കുറവാണ് ചേർത്തത്. നിങ്ങൾക്ക് അതിനേക്കാൾ മധുരം വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വരട്ടെ. ഇപ്പോഴേ നല്ല മണം ചുരുകട്ടെ. അപ്പം പാലൊക്കെ ഇപ്പോൾ ഒരു 3/4 പരുവായിട്ടുണ്ട്. ഇപ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വടിച്ചിടണം. അപ്പം ഞാൻ ഈ ചെയ്യുന്ന പോലെ പാലിങ്ങനെ കുറുക്കിയെടുക്കാതെ അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ പാലെപ്പോൾ എടുക്കുമ്പോഴും ഫുൾ ഫാറ്റ് മിൽക്കായിരിക്കണം എടുക്കേണ്ടത്. ആ പാലിൻ്റെ അകത്ത് നമ്മുടെ ക്യാരറ്റ് ഡയറക്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി ഇതുപോലെ പാല് വറ്റി വരത്ത നേരം വരെ അതിങ്ങനെ ഇളക്കാം. അതിനേക്കാൾ എനിക്ക് തോന്നിയത് ഇതാ.
പക്ഷേ ഇതിൻ്റെ പാലിൻ്റെ കണക്കെന്ന് യഥാർത്ഥത്തിൽ പറയുന്നത് ഇപ്പോൾ 1/2 കിലോ ക്യാരറ്റ് ആണെങ്കിൽ 1.5 ലിറ്റർ പാല് വേണമെന്നാണ്. ഞാൻ പക്ഷേ 1 കിലോയ്ക്ക് 1 ലിറ്റർ പാലാണ് എടുത്തത്. ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റായിട്ട് എനിക്ക് കിട്ടിയായിരുന്നു. നല്ല പഞ്ചസാരയിൽ നിന്നുള്ളൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി ഒരു അടിപൊളി കളറായിട്ടുണ്ട്. പഞ്ചസാരയാ ക്യാരമലാവുന്നതിൻ്റെ ഒരു നല്ല മണവും. ഞാനീ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ അല്ലെങ്കിൽ മാവാ ചേർക്കുമെന്ന് പറഞ്ഞില്ലേ, ഇതാണ്ട് ഇപ്പം ഞാൻ ഈ അരുവിയിൽ നിന്ന് വടിച്ചിടുമ്പം ഏത് സ്ട്രക്ചറിലാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അതുപോലെ ഈ മാവാന്ന് പറയുന്നത്. അതിന് മലയാളത്തിൽ എന്തോ എനിക്ക് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ പാൽ ഉരുക്കി കിട്ടുന്ന ലാസ്റ്റ് കിട്ടുന്ന ഒരു സാധനമാണ് അത് തന്നെ ഇതും. ഇതിലോട്ട് ഇനി നമുക്ക് ആ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോഴേ നല്ല മണം വരും. ആക്ച്വലി നമ്മൾ ഏലക്കാപ്പൊടി ഈ സമയത്തല്ലായിരുന്നു ഇടേണ്ടത്, ഇതെല്ലാം മിക്സ് ചെയ്ത് ലാസ്റ്റിലായിരുന്നു ചേർക്കേണ്ടത്. നമ്മൾ സാധാരണ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടത്തില്ലേ, അതുപോലെ. അപ്പോൾ പഞ്ചസാരയും കൂടെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ലാസ്റ്റിൽ പഞ്ചസാര ഇടുവാണെങ്കിൽ വീണ്ടും പഞ്ചസാരയിൽ നിന്നൊക്കെ വെള്ളം വരത്തില്ലേ, അതുകൊണ്ട് ഞാനങ്ങ് ആരംഭത്തിലേ ചേർത്തയാണ്. അതുകൊണ്ട് ആരംഭത്തിലേ നല്ല പ്രൈസം പറയുന്നത് നല്ല പായസത്തിൻ്റെ മണം വരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിതെല്ലാം ഇട്ട് നന്നായി ഇതിൽ നിന്നൊക്കെ വടിച്ച് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യട്ടെ. പക്ഷേ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു വെച്ചാൽ. പക്ഷേ ഇത്രയും പഞ്ചസാര ഇട്ടിട്ട് ഇത്രയും ചേർക്കേണ്ട, ഞങ്ങൾക്ക് ഇത്രയും വേണ്ടായിരുന്നു. ഞാൻ കഴിച്ച് നോക്കിയിട്ട് ഭയങ്കര മധുരമായിരുന്നു. ഒരു 200 ഗ്രാമൊക്കെ ഇട്ട്. പിന്നെ ഓരോരുത്തരുടെയും ചിലർക്ക് നന്നായിട്ട് മധുരം വേണം, ചിലർക്ക് നന്നായിട്ട് മധുരം വേണ്ട, അങ്ങനല്ലേ. അതുകൊണ്ട് ഞാനൊരു 250ഓളം എടുത്തില്ല. പിന്നെ ഞാൻ ഏലക്കയും കൂടെ പൊടിക്കാൻ എടുത്തില്ലേ, അത് കൂടാതെ ഒരു 150 കൂടുതൽ എടുത്തിട്ട് 250 അടുത്ത് വരും. കാരണം ക്യാരറ്റും നല്ല മധുരമുള്ളതല്ലായിരുന്നോ. അപ്പം ഇനിയൊക്കെ ഉണ്ടാക്കുമ്പം ചെയ്യുമ്പോൾ അതനുസരിച്ച് പഞ്ചസാര കുറച്ചാൽ മതി. നല്ല ആവശ്യത്തിനുള്ള മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്കിതിൽ നട്ട്സൊക്കെ വേണേൽ ചേർക്കാം. ഇവിടെ ഈ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് കിസ്മിസും നട്ട്സൊക്കെ അണ്ടിപ്പരിപ്പൊക്കെ ഇച്ചിരി ചേർത്താൽ നല്ല ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരിതാണ്. അത്രയും നമ്മൾ ഉണ്ടാക്കിയിട്ട് താണ്ട് ഇത്രയാണ് നമുക്ക് കിട്ടിയത്. അന്ന് ഞാൻ ഇവർക്കെല്ലാം കൊടുത്തിട്ട് പിറ്റേന്നത്തേക്കിനും ഞാൻ ഇച്ചിരി എടുത്ത് വെച്ചായിരുന്നു, ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിവിടെ ഇപ്പോൾ ടേസ്റ്റ് നോക്കാൻ നമ്മൾ ടേസ്റ്റ് മേക്കറില്ലല്ലോ, അതുകൊണ്ട് ഞാനിപ്പം ഡാഡിയേ ഉള്ളൂ, ഡാഡിക്ക് ഇച്ചിരി എടുത്തുകൊണ്ട് കൊടുത്ത് ടേസ്റ്റ് നോക്കട്ടെ. പ്രൈസമ്മോന് 12th സെൻറ്റർ അവരുടെ സ്കൂളിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവന് ഹാഫ് ഡേ ആയിരുന്നു. 2:30 ആകുമ്പോൾ പോയാൽ 2:15 ബസ് വന്ന് ഞാൻ അവനെ കൊണ്ട് വിട്ടിട്ട് വന്നയാ. ഇനിയിപ്പം ഞാൻ ടേസ്റ്റ് പോലും ചെയ്തില്ല കേട്ടോ. ഡാഡി കൊണ്ട് കൊടുക്കട്ടെ, അതിൻ്റെ എക്സ്പ്രഷൻ നോക്കാം. എന്നാ അപ്പം തിന്നിട്ട് എന്താണെന്ന് പറഞ്ഞ. ടേസ്റ്റ് മനസ്സിലാവുന്നില്ലേ അടിക്കും. ക്യാരറ്റ് ഹൽവ ശരിയായോ? ഡാഡിയോട് എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി ഉടനെ കിട്ടത്തില്ല, കുറച്ച് കഴിഞ്ഞേ കിട്ടൂ. കൊള്ളാടാ. മധുരം എന്തുമാത്രമാണെന്നറിയാമോ? ഷുഗർ അത് പാലിൻ്റെ മലായി. പോള് വന്ന് ചപ്പാത്തി കഴിച്ചിട്ട് ഞാൻ കൊടുത്തിയാ. അപ്പം ആ ബൗളിലല്ലി കൊടുത്തത്. അന്നേരം പറഞ്ഞതെന്തോന്നോ കുറച്ചേ ഉള്ളതെന്ന്. ഞാനതാ പറഞ്ഞാൽ എന്ത് മധുരമാണെന്ന്. പിന്നെ വൈകിട്ട് രാത്രിയിലും കൊടുത്തായിരുന്നു, പപ്പ വന്നെണ്ണെ കൊടുത്തു. അപ്പം പ്രൈസനെ വിളിക്കാൻ അവൻ പോയി. എന്നിട്ട് പ്രൈസൻ ഇവിടുന്ന് ഞാൻ ഉണ്ടാക്കുന്ന കണ്ടിട്ട് പോയി എന്നോട് ചോദിക്കുകയും ചെയ്ത് എന്തുവാന്ന്. അപ്പം പോള് അവനെ കളിപ്പിക്കാൻ വേണ്ടി ഫോൺ അവിടുന്ന് ചെയ്തിട്ട് പറഞ്ഞു, മമ്മി ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയില്ലല്ലേ,
ഞാൻ ആദ്യം പറഞ്ഞ് ഉണ്ടാക്കി. അന്നേരം അവൻ പറഞ്ഞ് അല്ല പ്രൈസൻ ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവനെ കളിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഉണ്ടാക്കിയില്ല. അപ്പോൾ അവനോട് പറഞ്ഞു ആ ഉണ്ടാക്കിയില്ലടാ, മമ്മിക്ക് വയ്യാഞ്ഞോണ്ട് മമ്മി പകുതിയാക്കി നിർത്തി ഉണ്ടാക്കിയില്ലെന്ന്. അപ്പോൾ ആൾ അവിടുന്ന് ഇച്ചിരി മ്ലാനതയിൽ വരുവാ കേട്ടോ, ഉണ്ടാക്കിയില്ലെന്നും പറഞ്ഞ്. എന്താ മ്ലാനായിട്ട് വന്നേ? ऐसा क्यों आया? ഗാജർ കാ ഹലുവ ഉണ്ടാക്കാമെന്ന് മമ്മി പറഞ്ഞായിരുന്നില്ലേ? മമ്മിക്ക് വയ്യായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയില്ല. നാളെ ഉണ്ടാക്കിത്തരാം. रो मत यार, रो रहा है ना तू, मेरे को दिख रहा है तो रो रहा है. ऐसा रोने का नहीं यार, गाजर का हलवा नहीं मिला तो ऐसा नहीं रोता है. മലയാളത്തിൽ പറയടാ. ഇങ്ങനെ കരണ്ട മോനെ, ഗാജറിന്റെ ഹൽവ കിട്ടിയില്ലെങ്കിൽ കരയണ്ട. ക്യാരറ്റ് ഹൽവ. कैरेट पोपट हो गया. क्या पोपट? गाजर डे हलवा അവർക്ക് മനസ്സിലായി. बोला था बनाया आप, बोला ही था. അയ്യോ പ്രീസന്റെ സന്തോഷം. एक स्पून. കൊള്ളാമോ? പായസത്തിന്റെ ടേസ്റ്റാ. ആ ഇനി പോയി കൈയും മുഖമൊക്കെ കഴുകു. ദോശ എന്തോ ചേട്ടാ? ഇല്ല, लाया था गाजर का हलवा. ഏത് ദോശ? उसका दोस्त भी गाजर का हलवा लाया था. എന്ന്? आज അന്നേരം നീ പറഞ്ഞു എൻ്റെ വീട്ടിലുണ്ടാക്കിയെന്ന്. ഏ നീ പോയണ ഫിനിഷ് ആയില്ല, എന്നാലും തന്ന് വിടായിരുന്നു വേണേ. പിന്നെ ഞാൻ ചിന്തിച്ചു ദോശ അങ്ങനെ ബസ്സിലല്ലേ നിങ്ങൾ കഴിച്ചേ, സ്കൂളിൽ ഇല്ലായിരുന്നല്ലേ. ആ അമ്മ ഇത് ഓരോ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു പ്രാവശ്യവും ഉണ്ടാക്കത്തില്ല. എടാ ഇത് എത്ര നേരം മെനക്കെട്ടെന്നറിയാം. അതുപോലെ എന്ത് മധുര വയറ്റി ചെല്ലുന്നേ. അതുകൊണ്ട് ആ മാസത്തിൽ ഒരു പ്രാവശ്യം. പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം. ഈ ക്യാരറ്റും സീസൺ അനുസരിച്ചേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര വിലയായിരിക്കും. സൂചിയുടെ ഹൽവ ഉണ്ടാക്കും. നീ ഇങ്ങനെ ഓരോന്ന് എനിക്ക് ഓർഡർ ഇട്ടുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ എന്റെ ബോർഡ് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കും. ആ ബോർഡ് കഴിഞ്ഞിട്ട് നിന്റെ റിസൾട്ട് വരട്ടെ, അന്നേരം ഉണ്ടാക്കി തരാം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.